Hello everyone, welcome to my YouTube channel. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെൻസി ഷിജു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് prawn ബിരിയാണിയാണ്. So today we are going to make prawn biryani. For that, especially my daughter, she is the one cooking for that today. So we'll see what all things, the ingredients and everything. We will see what all we gonna use for that. Okay. For making the biryani, we are using the gold basmati rice. We bought this from I think Costco. So it's good one. It's a long grain. It's a long basmati rice. So we will use this for making the biryani. നമുക്ക് ആദ്യം ചെമ്മീൻ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ക്രിപ്ലാൻഡിൻ്റെ പോർട്ട്കോന്നുള്ള ഷ്രിംപ് ചെമ്മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം നമ്മൾ റൈസ് വേവിക്കാനായിട്ട് റൈസ് കുക്കറിലാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ 3 കപ്പ് റൈസ് എടുത്തു. സോ വി ടുക്ക് 3 കപ്പ് റൈസ് ആൻഡ് വി ആഡിങ് 6 കപ്പ് ഓഫ് വാട്ടർ. ദ സെയിം കപ്പ് വി മെഷർ ദ റൈസ്. നമ്മൾ ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. സോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ചെമ്മീൻ ചെറിയ സ്മോൾ പീസസ് ആയിട്ട് ഇങ്ങനെ നുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി paprika add ചെയ്യുന്നു. Paprika, if you don't have paprika, we can use Kashmiri chili powder also. So I'm adding some paprika to marinate it. ഉപ്പ് നമ്മുടെ എന്തോരം ചെമ്മീനുണ്ടോ അതിൻ്റെ അളവനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടാം. Now we adding some pepper powder. So this is a black pepper powder we added, and also we adding some I have some Montreal stick garlic, so I'm using this also to marinate prawns to make it a little bit taste. So after we adding all the ingredients, so mix well. നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതിൽ പൊടികളും ഉപ്പൊക്കെ പിടിക്കാനായിട്ട് ദെൻ വി വിൽ മേക്ക് ഇറ്റ് കുക്ക്. ബാക്കി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റ് ബീൻസ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് 2 എഗ്ഗ് എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് ഓൾമോസ്റ്റ് കുക്കായിക്കൊണ്ടിരിക്കണം റൈസ് കുക്കറിൽ. കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ച്, കുറച്ച് സവോള ഒനിയൻ ചോപ്പ് ചെയ്ത് വെച്ച് start to cook. So pan already ready to cook. So നമ്മളതിൽ കുറച്ച് ഒലീവ് ഓയിൽ, ഒരു 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഒഴിക്കാം. ബീറ്റായിക്കൊണ്ടിരിക്കുന്നു. മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. It is almost ready, fried already. Now we are adding the marinated prawn. നമ്മൾ മാരിനേറ്റ് വെച്ച ചെമ്മീൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിന് കുക്കാവണ വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഒരു 5 മിനിറ്റോളം ചെമ്മീൻ കുക്കായിട്ടുണ്ട്, സോട്ട് ചെയ്തു. ഇനി നമ്മളതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്കും ഒനിയനും ആഡ് ചെയ്തു. നമുക്കിതിലേക്ക് ഇനി ഒനിയനും ഗാർലിക്കും ഓൾറെഡി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിൽ അരിഞ്ഞ് വെച്ച ക്യാരറ്റും ബീൻസും ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാരറ്റും ബീൻസാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്നുകൂടി ഇളക്കി വെച്ചിട്ട് കുറച്ചൊന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് വെജിറ്റബിൾസ് ഒന്ന് വേവാനായിട്ട്. നമ്മൾ കുറച്ച് സോസുകൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വി ആർ ആഡിങ് ഓയസ്റ്റർ സോസ്. നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ആഡിങ് 1 ടേബിൾ സ്പൂൺ ഓഫ് ഓയസ്റ്റർ സോസ് ആഡ് ചെയ്തു. തീ വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക്
ഇനി നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് ടെറിയാക്കി സോസാണ്. Again same 1 teaspoon of teriyaki sauce. നോ നെയിമിൻ്റെ സിംപ്ലിയുടെ ടെറിയാക്കി സോസാണ് ഉപയോഗിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ teriyaki sauce we added. 1 tablespoon of teriyaki sauce we added. Next comes soya sauce. Soya sauce 2 tablespoon. We are adding 2 tablespoon of soya sauce. So it's a regular soya sauce we added 2 tablespoon of. ടു ടേബിൾ സ്പൂൺ ഓഫ് കെച്ചപ്പ് നമ്മൾ 2 tablespoon ഓഫ് കെച്ചപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ടൊമാറ്റോ കെച്ചപ്പ് ആഡഡ് 2 tablespoon ഓഫ് ടൊമാറ്റോ കെച്ചപ്പ് ആഡഡ്. നൗ വി ആർ ആഡിങ് ചില്ലി സോസ്. അഗെയിൻ 2 tablespoon ഓഫ് ചില്ലി സോസ് വി ആർ ആഡിങ്. സോ റെഡ് ഹോട്ടിൻ്റെ സ്വീറ്റ് ചില്ലി സോസാണ് നമ്മൾ 2 tablespoon ആഡ് ചെയ്തത്. 2.5 tablespoon ഓൾമോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്ന് നല്ലോണത് സോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/4 ടീസ്പൂൺ ഒരു 2 പിഞ്ച്, നോട്ട് ഈവൻ 1/4 ടീസ്പൂൺ 2 പിഞ്ച് ഓഫ് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് സോൾട്ട് പെപ്പർ, കുരുമുളക് പൊടിയും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ഈ മിക്സ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്തിട്ട് നമുക്ക് റൈസ് പൊടിയാതെ പതുക്കെ ഇളക്കി കൊടുക്കാം. റൈസ് പൊടിഞ്ഞു പോകും. അടിയിൽ നിന്ന് മാത്രം എടുത്ത് അങ്ങനെ ഇളക്കി മുകളിലേക്ക് ഇട്. ഇങ്ങനെ കുത്തി കുത്തി ഇളക്കി റൈസ് പൊടിഞ്ഞു പോകും. ഹാഫ് റൈസ് ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി റൈസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വി ഗോണ മിക്സ് വെൽ. നമുക്ക് എല്ലായിടത്തും ചെമ്മീൻ്റെയും മുട്ടയും വെജിറ്റബിൾസും എല്ലായിടത്തും ആവണ വരെ റൈസ് നമുക്കങ്ങനെ മുകളിൽ നിന്ന് അടിയിൽ നിന്ന് എടുത്ത് മുകളിലേക്ക് ഇട്ട് അങ്ങനെ പൊടിയാതെ അങ്ങനെ സൂക്ഷിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം. എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കണം. നമുക്ക് ചെമ്മീൻ ഫ്രൈഡ് റൈസിന് സൈഡ് ഡിഷായിട്ട് ആൻഷസ് മേക്കിംഗ് സാലഡ്. സോ ഫോർ ദ സാലഡ് വി ഹാവ് കുക്കുംബർ, ടൊമാറ്റോ, carrot, onion. I'm gonna add some salt and 1 teaspoon of lime juice to it. ഈ സാലഡ് മിക്സിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് നമ്മളിതിൽ സ്ക്യൂസ് ചെയ്ത് ഇടാണ്. നമ്മളിതിലേക്ക് ഇനി കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട്, ഒരു 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗാർലിക്കിൻ്റെ സീസണിങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗാർലിക്കിൻ്റെ സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം. Using 2 forks to mix the salad well.
സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസ്, പ്രോൺ ഫ്രൈഡ് റൈസ് ഇസ് റെഡി. നൗ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡിങ് സം മിൻറ്റ് ലീവ്സ് ആൻഡ് കൊറിയാൻഡർ ലീവ്സ് ടു ഗാർണിഷ് ഇറ്റ്. കുറച്ച് മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും ആഡ് ചെയ്തു നമുക്ക് ഗാർണിഷ് ചെയ്യാം. So this is the final stage of prawn fried rice. So everyone please try our recipe and comment below how was it. Thank you for watching my YouTube channel. See you soon with the next video. Thank you.